പൊതുവേ സംഘം ഇത്തരം കാര്യങ്ങളിൽ മിണ്ടാറില്ല. ഒരു കാര്യത്തിനും ഒരു വഴക്കിനും പോകാറില്ല. കണ്ടോ കണ്ടില്ലേ, എത്രയോ പേര് കാണുന്നു കാണാതിരിക്കുന്നു, എന്ത് ഇതിനകത്ത് ഒരു കാര്യവുമില്ല എന്ന് എല്ലാവർക്കും അറിയാം. ആകെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് ഇപ്പോൾ LDFിന് എസ്റ്റാബ്ലിഷ് ചെയ്യണം UDFിൻ്റെ RSS കണക്ഷൻ. UDFിന് LDFിന് RSS BJP ബന്ധമുണ്ടെന്നും ഡീലുണ്ടെന്നും വരുത്തണം. അത് ഈ കേസുകൾ മുക്കാൻ, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് എവിടെയായി? ഇവർ തമ്മിൽ ഒത്തൊന്നും തീർന്നിട്ടില്ല. ഇത് മനുഷ്യൻ ഒരു കാര്യം അന്വേഷിക്കുന്നില്ല. സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ വിചാരണ കേരളത്തിൽ നടത്താൻ പറ്റില്ല, കർണാടകത്തിൽ നടത്തണം എന്ന് പറഞ്ഞാൽ അവിടെ അപേക്ഷ കൊടുത്തിട്ട് അവിടെ കർണാടക ഹൈക്കോടതിയിൽ കേസ് നടക്കുകയാണ്. കേരളവും കക്ഷി അതിൽ. ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്ന് കേരളം, ട്രാൻസ്ഫർ ചെയ്തേ പറ്റുമെന്ന് EDയും കസ്റ്റംസ്. കാരണം കേരളത്തിലെ അന്തരീക്ഷം വെച്ചിട്ട് ഇവിടെ സാക്ഷിയെ ഭീഷണിപ്പെടുത്തി ഇവിടെ വലിയ പ്രശ്നമാണ്. ഈ കേസ് കേരളത്തിൽ വിചാരണ പറ്റില്ല എന്നാണ് EDയുടെയും കസ്റ്റംസിൻ്റെയും വാദം. അതിന് തെളിവായിട്ട് അവർ പറയുന്നത് EDയുടെ ഉദ്യോഗസ്ഥനെതിരെ FIR ഇട്ടു, രാധാകൃഷ്ണൻ നായർ. അദ്ദേഹം സ്വയം FIR ഇട്ട് കഴിഞ്ഞാൽ അത് ക്വാഷ് ചെയ്ത് വാങ്ങണ്ടേ, ഹൈക്കോടതിയിൽ പോയിട്ട് അത് ക്വാഷ് ചെയ്യിച്ചു. അപ്പോഴത്തേക്ക് EDയുടെ പുറത്ത് പിണറായി വിജയൻ ജുഡീഷ്യൽ അന്വേഷണം വെച്ചു. ആ ജുഡീഷ്യൽ അന്വേഷണം കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഇതൊക്കെ ആൾക്കാർ സൗകര്യപൂർവ്വം എന്നിട്ട് പറയുകയാണ്, ഇവർ തീർന്നിട്ടില്ല. ഇറ്റ് ഈസ് എ ഡാം സീരിയസ് തിങ്. ഇപ്പോഴും 4-5 പേര് ജയിലിലുണ്ട്, 3-4 പേർക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് വിചാരണ ഇവിടെ നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർണാടകത്തിൽ കൊണ്ടുപോയിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ സ്റ്റാറ്റസ്. ഇതൊന്നും അന്വേഷിക്കാതെ ചുമ്മാ അങ്ങോട്ട് ഡീലാണ്, തീർന്നു എന്ന് പറയുമ്പോൾ എൻ്റെ BJP സുഹൃത്തുക്കൾ വരെ പരിഭ്രമിച്ചു പോകുന്നു. കാരണം അവർക്കും അറിയില്ല സ്റ്റാറ്റസ് അന്വേഷിച്ചിട്ടില്ല. അന്വേഷിച്ചല്ലേ അറിയുള്ളൂ എന്താ ഈ കേസ് എന്നുള്ളത്, ആരൊക്കെ ജയിലിൽ, ആരൊക്കെയാണ് പ്രതികൾ, എത്ര പേരുണ്ട്, എന്താ കേസിൻ്റെ സ്റ്റാറ്റസ്, ഇത് അന്വേഷിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ അനാവശ്യ പരിഭ്രമമൊക്കെ ഒഴിവാക്കാൻ പറ്റും. RSSനെ സംബന്ധിച്ചോളം ഇതൊന്നും ബാധകമല്ല. ED കേസ് നടത്തുമോ, കർണാടകത്തിൽ നടത്തുമോ, കേരളത്തിൽ നടത്തുമോ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമവാഴ്ചയെ RSS ചോദ്യം ചെയ്യാറില്ല. ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഒരു സാധനവുമായിട്ട് ഗുസ്തിക്ക് പോകാറില്ല. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം RSS നേരിട്ട് നടത്തിയ ഒരു സമരം പറഞ്ഞു തന്നെ ഇല്ല, ചെയ്തിട്ടില്ല. നരസിംഹറാവുവിൻ്റെ കാലത്ത് അയോധ്യ സംഭവം എന്ന് പറഞ്ഞിട്ട് RSSനെ നിരോധിച്ചു. RSS ഒരു സമരവും ചെയ്തില്ല. നിരോധനം ട്രിബ്യൂണലിൽ പോയിട്ട് നീക്കി വാങ്ങുകയായിരുന്നു ചെയ്തത്. അത് അത്ര കടുത്ത നിരോധനവുമായിരുന്നില്ല കേട്ടോ. പഴയ പോലെ അടിയന്തരാവസ്ഥ പോലെ ആളുകളെ തല്ലുക, പിടിച്ച് ജയിലിൽ കൊണ്ടുപോകും, അങ്ങനെയൊന്നും നരസിംഹറാവു ചെയ്തുമില്ല. RSS ഒരു സമര സംഘടനയേ അല്ല. അതാണ് ഞാൻ പറഞ്ഞത്. 1975 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം RSS നടത്തിയൊരു സമരമില്ല. അയോധ്യ സംഭവം വിശ്വ ഹിന്ദു പരിഷത്ത് നടത്തിയതാണ്. BJP അത് ഏറ്റെടുത്തു. അതിൽ RSS കാര്യമുണ്ടാവാം കേട്ടോ. RSS ആയിട്ടൊരു സമരം നടത്തിയിട്ടില്ല. RSSകാർ പല സ്ഥലത്ത് പല സമരങ്ങൾ നടത്തുന്നുണ്ട്. സേവാഭാരതി ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുന്നുണ്ട്, വിദ്യാഭാരതി സ്കൂൾ നടത്തുന്നുണ്ട്, BMSകാർ ചുമടെടുക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. RSSനെ ഇത് ബാധിക്കുന്നില്ല. RSSകാർ നാട്ടിലെല്ലാം ഉണ്ട്. അവർ ഓരോരുത്തർ ഓരോ സംഘടന ഉണ്ടാക്കും, ഓരോ തൊഴിലെടുക്കും, കട നടത്തും, കച്ചവടം നടത്തും. ഇതിനൊക്കെ RSS ഉത്തരം പറയണോ? ബഹുജന സംഘടന എന്ന് പറയുന്നത് ഇതാണ്. ബഹുജനങ്ങളെല്ലാം ഉണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. സംഘടന എന്നുള്ള രീതിക്ക് അതിലിടപെടാറില്ല. സംഘടന വ്യക്തി നിർമ്മാണത്തിൽ ഉറച്ചു നിൽക്കുന്നു. അത് മാത്രമാണ് ചെയ്യുന്നത്. ഒരു ദിവസം 1 മണിക്കൂർ പബ്ലിക് പ്ലേസിൽ, മഴ വന്നാലോ ഒക്കെ അകത്തേക്ക് മാറ്റുള്ളൂ ശാഖ, അല്ലെങ്കിൽ പുറത്ത് തന്നെയാണ് ശാഖ, ആർക്ക് വേണമെങ്കിലും കാണാം. ഇതാണ് RSS. പക്ഷേ ഇത് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും മനസ്സിലായില്ല എന്ന് നടിച്ചുകൊണ്ട് ഈ ബഹളമൊക്കെ നടക്കുന്നു. ഫോർ പൊളിറ്റിക്കൽ റീസൺ, അണ്ടർലൈൻ ദാറ്റ്, രാഷ്ട്രീയ ആവശ്യത്തിനായിട്ട്. കാരണം RSS BJP അൺടച്ചബിളാണ് കേരളത്തിൽ എന്ന് വരുത്തുകയും അത് സ്വയം വിശ്വസിക്കുകയും ചെയ്യുന്ന വിഡ്ഢികളുടെ ഒരു ലോകത്തിൽ നടക്കുന്ന യുദ്ധമാണത്. അത് കുറേശ്ശെ പൊളിഞ്ഞുകൊണ്ട് വരുന്നു. അതിൻ്റെ ആദ്യത്തെ ഉദാഹരണമാണ് സുരേഷ് ഗോപി. രണ്ടാമത് തൃശ്ശൂർ ജയിക്കുമോ അറിയില്ല, കാരണം ക്രോസ് വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ. ഇതൊക്കെ ഇപ്പോഴത്തെ LDF കൺവീനർ TP രാമകൃഷ്ണൻ ഏഷ്യാനെറ്റിൽ പറഞ്ഞിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. അദ്ദേഹം മറന്നു കാണും, ഞാൻ മറന്നിട്ടില്ല. ഏഷ്യാനെറ്റിനോട് പറഞ്ഞു,
ഒരു BJP ജയിക്കുമെന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ പല സ്ഥലത്തും ഞങ്ങൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാറുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ പ്രിസംഷൻ ഇതാണ്, BJP അൺടച്ചബിളാണ്, അങ്ങനെയുള്ളവർ ജയിച്ചുകൂടാ, അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ ലെസർ ഈവിളായിട്ടുള്ള കോൺഗ്രസ്സിന് ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ചുരുക്കം. ഇത് എല്ലാ തിരഞ്ഞെടുപ്പിലും നടക്കുന്നുണ്ട്, ഇനിയുള്ള തിരഞ്ഞെടുപ്പിലും നടക്കും. അത് തെറ്റല്ല, അത് തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. ക്രോസ് വോട്ടിംഗ്, ടാക്റ്റിക്കൽ വോട്ടിംഗ്, ഇതൊക്കെ ജനാധിപത്യത്തിൽ നടക്കുന്നതാണ്. യു കനോട്ട് പ്രിവെൻറ്റ് ദാറ്റ്. അതിൻ്റെ പേരിൽ വെറുതെ ബ്ലെയിം ചെയ്തിട്ടും കാര്യമില്ല. അതിനെ ഓവർടേക്ക് ചെയ്യാനുള്ള ജനപിന്തുണ BJP ആർജിച്ചെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ സൊല്യൂഷൻ. അതിപ്പോൾ BJP സാമാന്യം തരക്കേടില്ലാതെ ചെയ്യുന്നുമുണ്ട്.